Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡേൺ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, നമ്മുടെ ദേശീയ പ്രസ്ഥാനം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ്, അത് രൂപം കൊള്ളാനുള്ള സാഹചര്യം എന്തായിരുന്നു, അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട് അതിനുശേഷം അത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമായി മാറിയ സാഹചര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന് മുന്നുള്ള സാഹചര്യം പ്രധാനമായിട്ടും 1857 കലാപമാണ്. ഈ കലാപം നമുക്കറിയാം 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ വളരെ ഭംഗിയായി അതിനെ അടിച്ചമർത്തി. ഈ ബ്രിട്ടീഷുകാരെ സമരത്തെ വളരെ ഭംഗിയായി അടിച്ചമർത്തിയപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരും നമ്മളും ഒരേ കാര്യം തന്നെ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ എന്നെ ഇവിടെ നിന്ന് ഓടേണ്ടി വന്നേനെ. അതുകൊണ്ട് ഇനി ഇന്ത്യക്കാർ ഒരിക്കലും ഒറ്റക്കെട്ടായി നിൽക്കാൻ പാടില്ല, അതുകൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിക്കുക നയം അവർ കൊണ്ടുവന്നു. ഇതേ സമയം ഇന്ത്യക്കാരും തിരിച്ചറിഞ്ഞത് ഈ കാര്യം തന്നെയായിരുന്നു. എന്തായിരുന്നു? നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരെ നമുക്ക് ഇവിടുന്ന് തുരത്താമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ഒറ്റക്കെട്ടായി നിൽക്കണമെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം, ആ വേദിയാണ് സംഘടന എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി പല മേഖലകളിൽ നിന്നും, ഇന്ത്യയുടെ പല പ്രസിഡൻസികളും പ്രൊവിൻസുകളുമായി പല സ്ഥലങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും പല പല രീതിയിലുള്ള സംഘടനകളും എല്ലാം വന്നിരുന്നു. നമുക്കറിയാം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ടായിരുന്നു, ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, അതോടൊപ്പം ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി, ഇങ്ങനെ ഒരുപാട് സംഘടനകളെല്ലാം രൂപം കൊണ്ടു. പക്ഷെ ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള ചില പോരായ്മകളല്ല, അതെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള എല്ലാ മേഖലയിൽ നിന്നും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ തലത്തിൽ നിന്നും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നാഷണൽ ലെവലിൽ, ഒരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു സംഘടന ആദ്യമായിട്ട് വരുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതാണ് നമുക്ക് പഠിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് 1885 1885 ഡിസംബർ 28 മുതലാണ് മീറ്റിംഗ് നടന്നത്. അതുകൊണ്ട് 28 എടുക്കുന്നു. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. എവിടെ വെച്ചിട്ടായിരുന്നു? ബോംബെയിൽ, പൂനെയിൽ വെച്ചായിരുന്നു രൂപം കൊള്ളാൻ തീരുമാനിച്ചത്. മീറ്റിംഗ് തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പക്ഷെ പ്ലാഗ് രോഗവുമായി ബന്ധപ്പെട്ട് ആ പൂനെയിൽ നിന്ന് സമ്മിറ്റ് മാറ്റിവെക്കുന്നത് ബോംബെയിലേക്കാണ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, അറിയാം ഏതാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 രൂപം കൊണ്ടത്. പങ്കെടുത്ത പ്രതിനിധികൾ, അന്നതിൽ നമ്മൾ പറയുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലാണെങ്കിൽ പോലും അതിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം വെറും 72 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 72. അത് ധാരാളമായിട്ടുള്ള ഒരു രീതിയാണ് കണക്കാക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ രൂപം കൊണ്ടിട്ട് അതിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72 ആളുകളായിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ അന്നത്തെ വൈസ്രോയ് എന്ന് പറഞ്ഞായിരുന്നു ഡഫറിൻ ആയിരുന്നു. ആരാണ്? ഡഫറിൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ അന്നത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ആരാണ്? ഡഫറിൻ പ്രഭു. ഈ ഡഫറിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ, അദ്ദേഹത്തിന്റെ ഒരു ടാസിറ്റ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മൗന സമ്മതത്തോടു കൂടി തന്നെയാണ് രൂപം കൊണ്ടത്. ഇത് രൂപം കൊണ്ടപ്പോൾ അല്ലെങ്കിൽ രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് അദ്ദേഹത്തിന്റെ രാജ്ഞിയുടെ ചോദ്യം പറയുന്നത്, ഇങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളുന്നു, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതമുണ്ടോ, അത് പിന്നീട് നമുക്ക് പാരയാകും എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ടാണ് അതിനെ ചിത്രീകരിച്ചത്, വളരെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെ ചിത്രീകരിച്ചെന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൺലി എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നാണ്. നമ്മുടെ ഒരു നാഷണൽ ലെവലുള്ള ഒരു സംഘടനയെ ഡഫറിൻ കളിയാക്കിയത് ഇറ്റ് ഈസ് ഓൺലി എ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വെച്ചാൽ അത്രയും ചെറിയൊരു സംഘടനയാണ്, ഇത് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ആര് കളിയാക്കിയ ഡഫറിൻ. അവർ ചോദ്യം PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ലോർഡ് ഡഫറിൻ ആണ്. അതുകൂടി പഠിച്ചു വയ്ക്കുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളാൻ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത ഒരു വ്യക്തിന്റെ, അതാണ് നമ്മൾ പൊതുവെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നതാണ് അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നറിയപ്പെടുന്ന A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ A.O. ഹ്യൂം എന്നാ പറയാം. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ആയിരുന്നു. റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് INCയുടെ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ A.O. ഹ്യൂം എന്ന് പറയും. ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. അപ്പൊ INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി വെച്ചാലാണ് A.O. ഹ്യൂം. ഒരിക്കൽ PSC ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടർച്ചയായി 23 വർഷം തുടർച്ചയായി INCയുടെ ജനറൽ സെക്രട്ടറി ആയത് ആരാണെന്ന് PSC ഒരിക്കൽ കമ്പനി ബോർഡിന്റെ ചോദ്യത്തിലുണ്ടായിരുന്നു. ഓർത്തുകിയ A.O. ഹ്യൂമാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും അതോടൊപ്പം 23 വർഷം കണ്ടിന്യൂസ്ലി തുടർച്ചയായി INCയുടെ ജനറൽ സെക്രട്ടറി ആരാച്ചാൽ
എ ഒ ഹ്യൂം ആണ്. അപ്പൊ ഓർത്തുക എ ഒ ഹ്യൂം എന്ന് ഓർത്തുക. INC ജനറൽ സെക്രട്ടറിയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 23 വർഷം തുടർച്ചയായിട്ടുള്ള ആളും ആരായിരുന്നു? എ ഒ ഹ്യൂം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇതോടൊപ്പം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട INC ഫോർമേഷനുമായി ബന്ധപ്പെട്ട് തിയറി പഠിക്കാറുണ്ട്. സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത് സേഫ്റ്റി വാൽവ് തിയറി. സേഫ്റ്റി വാൽവ് തിയറി, സുരക്ഷാ വാതിൽ സിദ്ധാന്തം എന്ന് പറയും. സുരക്ഷാ വാതിൽ സിദ്ധാന്തം. അപ്പൊ അത് ചോദ്യം ഇങ്ങനെ വരാറ്, സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഒറ്റ വാക്കിൽ നമുക്കറിയാം എന്താണ് ഈ INC രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടാകുന്ന നമ്മുടെ എല്ലാ അമർഷവും ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയ്ക്കുള്ളിലൂടെ ഒതുക്കി പുറത്തേക്ക് കളയുക എന്നുള്ളൊരു രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അലൻ ഒറ്റോഹ്യൂം ഇന്ത്യക്കാരുടെ അനുഭവം ഉണ്ടായിട്ടാണോ അതോ ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ച ഒരു ചാരനാണോ എന്നുള്ള സംശയത്തിന്റെ പേരിലാണ് ഈ സിദ്ധാന്തം വരുന്നത്. പുറത്തേക്ക് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടു. ഇനി നമുക്കുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോൺഗ്രസ് എന്ന പദം നൽകിയത് ആരായിരുന്നു? കോൺഗ്രസ് എന്ന പദം ശുപാർശ ചെയ്ത് ദാദാഭായ് നവറോജി. നമുക്കറിയാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടും ദാദാഭായ് നവറോജിയാണ് കോൺഗ്രസ് എന്ന പദം നൽകുന്നത്. അപ്പൊ റിയലി അത് ഇന്ത്യൻ കോൺഗ്രസ് പിന്നീടാണ് ഇന്ത്യൻ നാഷണൽ നാഗ്പൂർ 25 നാഗ്പൂർ കോൺഗ്രസ്, അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് വരുന്നു. അപ്പൊ അതിൽ കോൺഗ്രസ് എന്ന പദം നൽകിയ ദാദാഭായ് നവറോജിയാണ്. ഇനി കോൺഗ്രസ് എന്ന വാക്ക് ആ ടേംസ് നമുക്ക് കിട്ടുന്ന എവിടുന്നാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നൊക്കെ പറയാം. സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഭൂഖണ്ഡാന്തര സമ്മേളനം. അപ്പൊ കോൺഗ്രസ് എന്ന വാക്കിന് സമ്മേളനം എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ എന്തായാലും ഓർത്തു വയ്ക്കുക, കോൺഗ്രസ് എന്ന പദം നമുക്ക് കിട്ടുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്താണ്. അങ്ങനെ ഒരു പദവിയുടെ ശുപാർശ ചെയ്ത ദാദാഭായ് നവറോജിയാണെന്നും കൂടി ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതാണ് INC രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ ദാദാഭായ് നവറോജി ഈ പേര് പദം കിട്ടിയത് അന്നത്തെ വൈസ്രോയ് ലോർഡ് ഡഫറിനാണ്. പങ്കെടുത്ത ആളുകളുടെ എണ്ണം 72 ഓർത്തു. ഇതാണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട്. ഇനി ഇതില് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് നമുക്കറിയാം, ഒരു ദക്ഷിണേന്ത്യക്കാരൻ, സൗത്ത് ഇന്ത്യക്കാരൻ അല്ലെ. INC സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. അതും കൂടി പഠിച്ചു. LDCക്ക് പൊതുവെ ചോദിക്കാനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. മറക്കരുത്, ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ രൂപീകരണത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതായിരുന്നു ജി സുബ്രഹ്മണ്യ അയ്യർ എന്നും കൂടി ഓർത്തിക്കുക. അപ്പൊ ഇത്രയാണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ 3 ഭാഗങ്ങളാക്കി തരംതിരിക്കാൻ 3 ഭാഗങ്ങൾ ഇതിനുണ്ട്. ഒന്ന് രൂപം കൊണ്ട 1885 to 85 മുതൽ 1905 വരെ മിതവാദി കാലഘട്ടം എന്ന് പറയും. മിതവാദി കാലഘട്ടം അത് നമുക്ക് വേറെ ടോപ്പിക്കിൽ ഓരോ കാലഘട്ടം വേറെ വിശദമായി പഠിക്കാനെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 1885 to 1905 1885 മുതൽ 1905 വരെ മിതവാദി കാലഘട്ടം എന്ന് പറയും. അതിനുശേഷം 1905 മുതൽ 1919 വരെ എക്സ്ട്രീമിറ്റി പീരീഡ് അല്ലെങ്കിൽ തീവ്രവാദി കാലഘട്ടം എന്ന് പറയും. 1905 മുതൽ 1919 വരെ തീവ്രവാദി കാലഘട്ടം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് 1990 to 1947 പറയാം, അല്ലെങ്കിൽ 48 പറയാം, തെറ്റൊന്നുമില്ല. 19 മുതൽ 47 വരെ ഗാന്ധിയൻ കാലഘട്ടം എന്ന് പറയും. ഗാന്ധിയൻ കാലഘട്ടം. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ 3 കാലഘട്ടമാണെന്ന് നമുക്ക് പറയാം. ഒന്ന് 1885 1985 മുതൽ 1905 വരെ എന്താണ് മിതവാദി കാലഘട്ടവും 1905 1905 to 1919 വരെ തീവ്രവാദി കാലഘട്ടവും 1990 to 1947 വരെ ഗാന്ധിയൻ കാലഘട്ടം ഉണ്ട് തോന്നുന്നു. അപ്പൊ ഇത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്കിതിൽ വേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചില സെഷൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട ചില സമ്മേളനങ്ങളും ആ സമ്മേളനത്തിന് അന്നത്തെ അധ്യക്ഷന്മാരെ നമുക്ക് പഠിക്കണം. അപ്പൊ അത് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാരെ. ആരൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാരെ? ഫസ്റ്റ് അപ്പോൾ നമുക്കറിയാം ആണ് 1917 കൽക്കട്ട സമ്മേളനം അല്ലെ. കൽക്കട്ട സമ്മേളനത്തിൽ ആരായിരുന്നു? ആനി ബസന്റ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വെച്ചാൽ ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനം ആയിരുന്നു. രണ്ടാമത്തത് സെക്കൻഡ് വുമൺ 1925 ആരായിരുന്നു? സരോജിനി നായിഡു. നമുക്കറിയാം ആരാണ് സരോജിനി നായിഡു. സെഷൻ ഏതായിരുന്നു? കാൺപൂർ സെഷൻ ആയിരുന്നു. കാൺപൂർ സെഷൻ. അപ്പൊ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ഓർപ്പിക്കുക സരോജിനി നായിഡു ആണ്. 1925 എവിടെ വെച്ചാണ്? കാൺപൂർ സമ്മേളനത്തിലുണ്ട്. ദെൻ തേർഡ് വൺ മൂന്നാമത്തെ വനിത INCയുടെ മൂന്നാമത്തെ വനിതാ പ്രസിഡന്റ് പറയുന്നത് ആരായിരുന്നു? 1933 ആരാ? നെല്ലിസൺ ഗുപ്ത. ആൾസോ കൽക്കട്ട സമ്മേളനം തന്നെയായിരുന്നു. കിട്ടിയ ഏതാണ്? കൽക്കട്ട സമ്മേളനം. അപ്പൊ മൂന്നാമത്തെ വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂന്നാമത്തെ വനിതാ പ്രസിഡന്റ് പറയുന്നത് നെല്ലിസൺ ഗുപ്തയാണ്. 1933 എവിടെയാണ്? കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി നാലാമത്തെ വനിത ആരാണ്? നാലാമത്തെ വനിത 1959 ഇന്ത്യയുടെ പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ഇന്ദിര
ഗാന്ധി. ഇന്ത്യയുടെ പ്രിയദർശിനി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഡൽഹി സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ഡൽഹി സമ്മേളനം മറക്കണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4ാമത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1959 59 ഡൽഹി സെഷൻ ആയിരുന്നു. ദെൻ ഫൈനലി 5ാമത്തെ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 5ാമത്തെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യാനന്തര ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയുള്ള ആളും ആരാണ്? 1998 മുതൽ ആരാണ്? സോണിയ ഗാന്ധി. എവിടെയായിരുന്നു? ഡൽഹി സെഷൻ തന്നെയായിരുന്നു. ഓർക്കുക, ഡൽഹി സെഷൻ കൂടി ഓർക്കുക. 1998 98 മുതൽ കേട്ടെ. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാർ. ഓർക്കുക, അതാണ് 1917 ആനി ബെസന്റ് കൽക്കട്ട സമ്മേളനമാണ്. 25 സരോജിനി നായിഡു കാൺപൂർ സെഷനാണ്. പിന്നെ വരുന്നത് നെൽസൺ ഗുപ്ത 33 കൽക്കട്ട സമ്മേളനം തന്നെയാണ്. ഇന്ദിരാഗാന്ധി 59 ഡൽഹി സമ്മേളനമാണ്. അത് കഴിഞ്ഞാൽ സോണിയാഗാന്ധി 92 ഡൽഹി സമ്മേളനത്തിന്. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാർ. ഇത് വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷുകാരായിട്ടുള്ള പ്രസിഡന്റുമാരെ നോക്കണം. ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരായിട്ടുള്ള പ്രസിഡന്റുമാര്? ദാറ്റ് മീൻസ് ഫോറിൻ അർത്ഥത്തിലാണ് നാം കൊടുക്കുന്നത്. ഫസ്റ്റ് അപ്പോൾ 1888 ഈ വർഷം വളരെ ഭംഗിയുള്ള വർഷം ഓർമ്മിക്കുക. നമ്മുടെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, അതാണ് 1888. 1888 എന്തായിരുന്നു? ജോർജ് യൂൾ. ജോർജ് യൂൾ ഏതായിരുന്നു സെഷൻ? ജോർജിയുടെ സെഷൻ ഏതാ പറയാ? അലഹാബാദ് സെഷൻ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ബ്രിട്ടീഷുകാരാനുള്ള പ്രസിഡന്റാണ് ജോർജ് യൂൾ. 1888 അലഹാബാദ് സെഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം 1889 വരുന്നത് വില്യം വെഡർബൺ ആണ്. അതാണ് വില്യം വെഡർബൺ സെഷൻ. ബോംബെ സെഷൻ ആയിരുന്നു. ഏതാണ്? ബോംബെ സെഷൻ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ ബ്രിട്ടീഷുകാരനായിട്ടുള്ള വില്യം വെഡർബൺ 1889 ബോംബെ സെഷൻ. ദെൻ 3ാമത്തെ വരുന്നത് 1894 1894 വരുന്നത് ആരായിരുന്നു? ആൽഫ്രഡ് വെബ്. ആൽഫ്രഡ് വെബ് ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു. ഏതാണ്? കൽക്കട്ട സമ്മേളനം. മറക്കണ്ട, ആൽഫ്രഡ് വെബ് വരുന്നത് കൽക്കട്ട സമ്മേളനമായിരുന്നു. ഇനി അതിനുശേഷം 1904 ആരായിരുന്നു വന്നത്? 1904 വരുന്നത് ഹെൻറി കോട്ടൺ എന്ന് പറയും. ആരാണ്? ഹെൻറി കോട്ടൺ. കോട്ടൺ COTTON തന്നെ നമ്മുടെ കോട്ടൺ തന്നെ. വരുന്ന സമ്മേളനം ബോംബെ സമ്മേളനമായിരുന്നു. ഏതാണ്? ബോംബെ സമ്മേളനം. അപ്പൊ 4ാമത്തെ പ്രസിഡന്റ് കിട്ടി. ദെൻ ഫൈനലി 1910 കൂടി വരുന്നത്. 1910 ആയിരുന്നു? ഈ വില്യം വെഡർബൺ തന്നെയായിരുന്നു. ആരാണ്? വില്യം വെഡർബൺ. സെഷൻ ഏതായിരുന്നു? അലഹാബാദ് സെഷൻ തന്നെയാണ്. അലഹാബാദ് സെഷൻ തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷുകാരായിട്ടുള്ള പ്രസിഡന്റാണ് ഞാൻ പറഞ്ഞത്. ആദ്യം 1988 ജോർജ് യൂൾ വരുന്നുണ്ട്, അലഹാബാദ് വരുന്നുണ്ട്. 2ാമത്തെ വരുന്നത് 1889 വരുന്നത് വില്യം വെഡർബൺ ആണ്, ബോംബെ ആണ്. പിന്നീട് വരുന്നത് 1894 1894 ആൽഫ്രഡ് വെബ് ആണ്, കൽക്കട്ട സെഷൻ ആണ്. 1904 വരുന്നത് ഹെൻറി കോട്ടൺ ആണ്, ബോംബെ സെഷൻ ആണ്. പിന്നീട് 1910 വരുന്നത് വില്യം വെഡർബൺ, അലഹബാദ് തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വിദേശി വെച്ചാൽ അത് വില്യം വെഡർബൺ ആണ്. ഓർത്തുവയ്ക്കുക. 1989 1910 ഈ സെഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. സെൻട്രൽ കൽക്കട്ട വരുന്നത് ആരാണ്? ആൽഫ്രഡ് വെബ് കൽക്കട്ട വരുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് ബോംബെ വരുന്നുണ്ട്, ഇപ്പുറത്തേക്കും ബോംബെ വരുന്നുണ്ട്, മേലേക്ക് അലഹബാദ് വരുന്നു, അടിയിലേക്കും അലഹബാദ് വരുന്നു. അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ മതി. ഇങ്ങനെ സെൻട്രൽ കൽക്കട്ട, ആൽഫ്രഡ് വെബ് കൽക്കട്ട വരുന്നു, പിന്നെ ബോംബെ, ബാങ്കിലേക്ക് മുമ്പ് ബോംബെ അലഹബാദ്, അടിയിലും ബോംബെ അലഹബാദ്. ആ രീതിയിൽ പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിദേശികളായിട്ടുള്ള പ്രസിഡന്റുമാർ. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില സെഷൻസ് മാത്രം തെരഞ്ഞെടുത്ത് പഠിക്കണം. ചില പ്രധാനപ്പെട്ട സെഷൻസ് അന്നത്തെ INC പ്രസിഡന്റും ആ സെഷന്റെ പ്രത്യേകതകൾ എന്താണോ അതും കൂടി നമുക്ക് തെരഞ്ഞെടുത്ത് പഠിക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ 1896 കൽക്കട്ട സെഷൻ. എന്തായിരുന്നു 1896 കൽക്കട്ട സെഷൻ? ഓർമ്മിക്കുക. ഈ സമ്മേളനത്തിലാണ് ആദ്യമായി നമ്മുടെ ദേശീയ ഗീതം വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1896 കൽക്കട്ട സെഷൻ. അന്നത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? റഹമത്തുള്ള സയാനി. ഓർത്തുവയ്ക്കുക. അപ്പൊ 1896 മറക്കണ്ട. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കൽക്കട്ടയാണ്. അന്നാണ് ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് റഹമത്തുള്ള സയാനിയാണ്. ഇനി അതിനുശേഷം 1897 കൂടി നോക്കണം. 1897 നമുക്കറിയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം മലയാളി ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു മലയാളി ആദ്യമായിട്ട് വന്നു, സി ശങ്കരൻ നായർ. സമ്മേളനം എന്തായിരുന്നു? അമരാവതി സെഷൻ. സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തുവയ്ക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളി ആയിട്ടുള്ള ഒരേ ഒരു പ്രസിഡന്റ് ആരാണ്? സി ശങ്കരൻ നായർ. സമ്മേളനം 1897 അമരാവതി സെഷൻ ആയിരുന്നു കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, അത് കിട്ടി. ഇനി ഇതിന് ശേഷം നമുക്ക് വേണ്ടത് ഒന്ന്
1901 1901 കൽക്കട്ട സമ്മേളനം. 1901 കൽക്കട്ട സമ്മേളനം. ഈ കൽക്കട്ട സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 1901 ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോബൽ പ്രൈസ് ആരംഭിച്ച വർഷമൊക്കെയാണ് 1901. നമുക്ക് വേണ്ടത് 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുക്കുന്ന സമ്മേളനമായിരുന്നു 1901 കൽക്കട്ട സമ്മേളനം. അപ്പൊ മറക്കണ്ട, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനമാണ് 1901 കൽക്കട്ട സമ്മേളനം. ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് 1905 നമുക്കറിയാം 1905 എന്താ പ്രത്യേകത? 1905 പ്രത്യേകത അതായിരുന്നു 1905 ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വെച്ചാലായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ഓർമ്മിക്കുക, അത് ബനാറസ് സമ്മേളനം നടന്നിരുന്നു. ഓർമ്മിക്കുക, ബനാറസ് സമ്മേളനമാണ്. നിങ്ങൾ ചോദ്യം വരുമ്പോൾ ഇങ്ങനെ വരിക, ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് ഓർത്ത് വെക്കുക. ഇനി അതിനുശേഷം 1907 വരുന്നുണ്ട്. 1907 1907 സൂററ്റ് സമ്മേളനം അല്ലെ, സൂററ്റ് സ്പ്ലിറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിളർന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി സ്പ്ലിറ്റഡ് ആയിട്ടുള്ള സമ്മേളനം ചോദിച്ചാൽ അതായത് 1900 സൂററ്റ് സമ്മേളനമായിരുന്നു. അന്നത്തെ INC പ്രസിഡന്റ് വെച്ച് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ് ആണ് കേട്ടാ, ബോഷ് അല്ല. റാഷ് ബിഹാരി ബോസ് നമുക്ക് വേറെ പഠിക്കാണ്ട്, റാഷ് ബിഹാരി ഘോഷ് ഓർമ്മിക്കുക. അപ്പോൾ 1907 സൂററ്റ് സ്പ്ലിറ്റ് ഓർമ്മിക്കുക. അന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 പിളരുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് വെച്ചാൽ ഡോക്ടർ റാഷ് ബിഹാരി ഘോഷ് എന്ന് ഓർമ്മിക്കുക. ഇനി അതിനുശേഷം 7, 8, 9, 10 നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് വരുന്നില്ല. പിന്നെ അതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ് 1916 1916 ലക്നോ സെഷൻ എന്ന് പറയാം. എന്താ പറയാ? ലക്നോ സമ്മേളനം. ലക്നോ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 1916 ലക്നോ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 പിളർന്നു എന്ന് പറഞ്ഞുള്ളത്. മിതവാദികളും തീവ്രവാദികളും അത് രണ്ടും കൂടി ഒന്നിച്ച സമ്മേളനമാണ് ഇത്. ലക്നോ സമ്മേളനം 1916. അന്നത്തെ INC പ്രസിഡന്റ് ആണ് AC മജുംദാർ എന്ന് പറയും. ആരാണ്? AC മജുംദാർ. അപ്പൊ 1916 ലക്നോ സമ്മേളനം ഓർത്തു വയ്ക്കുക. അന്നത്തെ INC പ്രസിഡന്റ് AC മജുംദാർ ആണ്. അതിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടും കൂടി ചേർന്നത്. തീവ്രവാദികളും മിതവാദികളും സ്പ്ലിറ്റഡ് ആയിരുന്നെന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ചേർന്നതാണ് 1916 ലക്നോ സമ്മേളനം. അപ്പൊ ഈ സമ്മേളനം കൂടി ഓർത്തു വയ്ക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് 16 കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട 1-2 സമ്മേളനങ്ങൾ 19ഉം 20ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് 1924 24 സമ്മേളനം. 1924 എവിടെ 24 സമ്മേളനം? 1924 24 സമ്മേളനം നമുക്കറിയാൻ വേണ്ടിയാണ് ബെൽഗാം സെഷൻ. നമുക്കറിയാം ഗാന്ധി ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് INC ഓൺലി 1 ടൈം. ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആകെ ഒരൊറ്റ തവണ മാത്രമേ ആയിട്ടുള്ളൂ. അതാണ് 1924 ബെൽഗാം സമ്മേളനം. അപ്പൊ മറക്കണ്ട, ഗാന്ധിജി INC പ്രസിഡന്റ് ആയ വർഷം 1924 ബെൽഗാം സമ്മേളനം ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് സെഷൻ വേണ്ടത് 1929 സെഷൻ ഓർക്കുക. 1929 സെഷനാണ് ഏതാ? ലാഹോർ സമ്മേളനം. ലാഹോർ സെഷൻ. അന്നത്തെ INC പ്രസിഡന്റ് ആരാ? ജവഹർലാൽ നെഹ്റു ആദ്യം INC പ്രസിഡന്റ് ആകുന്ന സന്ദർഭമാണ് അത് 1929 ലാഹോർ സമ്മേളനം. ഈ സമ്മേളനത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. നമ്മൾ മുന്നൊരു ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യയും ദണ്ഡി മാർച്ചും കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അതിലാണ് അടുത്ത വർഷം മുതൽ എല്ലാ ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണം എന്ന് തീരുമാനിച്ചത്. എന്നിട്ടാണ് രവി നദിയുടെ തീരത്ത് ത്രിവർണ്ണ പതാക ഉയർത്തുന്നത്. തൊട്ടടുത്ത വർഷം മുതൽ എല്ലാ ജനുവരി 26 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി എടുത്തിരുന്നു. ആ ഡേറ്റാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ വേണ്ടി നമ്മൾ അംഗീകരിച്ചത്. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, നിങ്ങൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 അന്നത്തെ INC പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു ആദ്യമായി പ്രസിഡന്റ് ആകുന്ന വർഷം കൂടിയാണ് ഈ സമ്മേളനം കൂടി ഓർക്കുക. ഇതിന് മുന്നേ നേരത്തെ ഒരു ചെറിയൊരു വർഷം ഞാൻ വിട്ടുപോയി, വീണ്ടും ഞാൻ പറഞ്ഞുതരാം. 1911 ഒരു സെഷൻ ഉണ്ട്. 1911 കൽക്കട്ട സമ്മേളനം തന്നെ. 1911 കൽക്കട്ട സമ്മേളനം എന്ന് വെച്ചാൽ നമ്മൾ 1896 പറഞ്ഞില്ലേ, 1896 വന്ദേമാതരം ആദ്യമായി ആലപിച്ച വർഷം. വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനമാണ്. ഇതേപോലെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച ഒരു പൊതുവേദിയിൽ ആലപിച്ചത് 1911 കൽക്കട്ട സമ്മേളനമായിരുന്നു. അന്നത്തെ INC പ്രസിഡന്റ് BN ദർ ആയിരുന്നു. BN ദർ. ഇത് നമ്മൾ നമ്മുടെ ദേശീയഗീതം എന്ന ടോപ്പിക്കൊക്കെ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോസ് ഒന്ന് കാണുക.
അപ്പൊ ഓർത്തിക്കുക, ദേശീയഗാനം ആദ്യമായിട്ട് ആലപിച്ച വർഷമാണ് 1911 കൽക്കട്ട സമ്മേളനം. BN ദർ ആയിരുന്നത് INC പ്രസിഡന്റ് പറഞ്ഞു. അതോടൊപ്പം നേരത്തെ 1916 ലക്നൗ സെഷൻ ഞാൻ പറഞ്ഞു. ലക്നൗ സെഷൻ അതിലെ തീവ്രവാദികളും മിതവാദികളും ഒന്നായതെന്നും പറഞ്ഞു. അതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടി പഠിച്ചു വയ്ക്കാം. ഗാന്ധിജിയും നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ INC സമ്മേളനം കൂടിയാണത്. ഗാന്ധിജിയും നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയ സമ്മേളനം കൂടി 1916 പക്ഷെ നെഹ്റു ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നത് 19 ലാഹോർ സമ്മേളനമാണ് കൂടി ഓർത്തുപോയി. ഓക്കെ, 19 കിട്ടി. പിന്നെ അതിനുശേഷം നമുക്ക് 30 ദണ്ഡി മാർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊന്നും വേണ്ട. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് 1938 ഏതാ? ഹരിപുര സെഷൻ. മനസ്സിലായിരിക്കും അല്ലെ? ഹരിപുര സെഷൻ. സുഭാഷ് ചന്ദ്രബോസ് INCയുടെ പ്രസിഡന്റ് ആകുന്ന സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ആകുന്ന വർഷം 1938 ഹരിപുര സമ്മേളനം. മറക്കണ്ട, സുഭാഷ് ചന്ദ്രബോസ് became the INC president as a first time. അതാണ് 38 ഹരിപുര സമ്മേളനം. അതേസമയം തൊട്ടടുത്ത വർഷം 1939 വരുന്നുണ്ട് നമുക്ക്. 1939 ഏതാ? ത്രിപുരി സെഷൻ. ത്രിപുരി സെഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വരുന്നത്. അതിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആരെ പരാജയപ്പെടുത്തുന്നു? പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി INC പ്രസിഡന്റ് ആകുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ അത് 1939 ത്രിപുരി സമ്മേളനമാണ്. അതിൽ സുഭാഷ് ചന്ദ്രബോസ് ആരെ പരാജയപ്പെടുന്നു? പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുന്ന കാര്യം കൂടി ഓർത്തിക്കുക. ഇവിടെ ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാര്യം ഓർത്തിക്കുക. ത്രിപുരി എന്ന സ്ഥലം എവിടെ വരും? ത്രിപുരി ഒരു തവണ PSC വെച്ചിട്ടുണ്ട്. ത്രിപുരി സെഷൻ അത് ഏത് സംസ്ഥാനത്താണ്? ത്രിപുരി ഓർത്തിക്കുക, മധ്യപ്രദേശാണ് ത്രിപുര. ഹരിപുര എവിടെ വരും? ഹരിപുര വരുന്നത് ഗുജറാത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ബൽഗാം നമുക്കറിയാം എവിടെ? ഗാന്ധി INC പ്രസിഡന്റ് ബൽഗാം കർണാടകയിലാണ്. അമരാവതി അവിടെ വരുന്നു. ഓക്കെ, അപ്പൊ ആന്ധ്രാപ്രദേശ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ത്രിപുരി മധ്യപ്രദേശും ഹരിപുര എവിടെ വരും? ഗുജറാത്തും വരും. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി INC പ്രസിഡന്റ് ചോദിച്ചാൽ അത് ഹരിപുരയാണ്. അതേസമയം സുഭാഷ് ചന്ദ്രബോസ് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി INC പ്രസിഡന്റ് ചോദിച്ചത് 39 എവിടെയാണ്? ത്രിപുരി സെഷൻ ആണെന്ന് കൂടി ഓർക്കുക. ഇനി അത് കഴിഞ്ഞാൽ 1942 നമുക്കറിയാം. 1942ന്റെ പ്രത്യേകത 1942 INC പ്രസിഡന്റ് 1942 ഓർത്തു നോക്കിയേ. 1942 ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. 1942 ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. എവിടെയാണ് സമ്മേളനം നടക്കുന്നത്? ബോംബെയിലാണ്. അത് മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഇട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞു ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് പറയുന്നത്. അന്നത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ മറക്കണ്ട, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കിയത് 1942 ബോംബെ സമ്മേളനത്തിലാണ്. അന്നത്തെ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് ഓർക്കുക. പിന്നെ അതിനുശേഷം 45-46 INC പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ഇല്ല. നമുക്കിനി അതിൽ വരുന്ന 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് നമുക്കറിയാം JB കൃപലാനി ഓർത്തിക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ JB കൃപലാനി. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പിന്നെ 48 വരുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 48 വരുന്ന പട്ടാഭി സീതാരാമയ്യ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി, ദാറ്റ് ഈസ് ആചാര്യ JB കൃപലാനി. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യത്തെ INC പ്രസിഡന്റ് അത് പട്ടാഭി സീതാരാമയ്യാണ്. അതേസമയം 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ നമ്മൾ പറഞ്ഞാണ് JB കൃപലാനി. ഇന്ത്യ 1950 റിപ്പബ്ലിക് ആകുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INC പ്രസിഡന്റ് ആരായിരുന്നു? പുരുഷോത്തം ദാസ് ടണ്ടൻ എന്ന് പറയുക. പുരുഷോത്തം ദാസ് ടണ്ടൻ മറക്കരുത്. പുരുഷോത്തം ദാസ് ടണ്ടനാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ INC പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും INC പ്രസിഡന്റുമാരെ ബന്ധപ്പെട്ടൊന്ന് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരുപാട് സെഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്നു മാത്രം നമ്മൾ പറഞ്ഞു. അന്നത്തെ INC പ്രസിഡന്റുമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി മറ്റൊരു ക്ലാസ് നമുക്ക് മിതവാദി കാലഘട്ടം, തീവ്രവാദി കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം വേറെ പറയാം. ഇത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇനി വൈൻഡപ്പ് ചെയ്യുന്ന മുന്നേ ഒരു കാര്യം കൂടി പറട്ടെ. ഇന്നലെ 2 മെസ്സേജുകൾ. ഒരു മെസ്സേജ് ഇതായിരുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ കിട്ടുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ അമർത്തണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരും ആ ബെല്ലൈക്കൺ അമർത്തുക. എങ്കിലേ നമ്മൾ ആഴ്ചയിൽ 3 വീഡിയോസുകളാണ് ചെയ്യുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി ആ രീതിയിലും ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച വൈകിട്ട്. അപ്പൊ ഈ 3 വീഡിയോസുകൾ ചെയ്യുമ്പോൾ അറിയണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം. സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി
നിങ്ങൾ അമർത്തണമെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ ഇനി മുതൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളും ഇനി ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒന്ന് അതായിരുന്നു. രണ്ടാമത്തെ മറ്റൊരു ചോദ്യം മറ്റൊരു കുട്ടി ചോദിച്ചതായിരുന്നു, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൈസ പോവോ, മൊബൈലിൽ നിന്ന് ഡാറ്റ പോവോ, പൈസ പോവോ എന്ന് ചോദിച്ചത്. അത് ആദ്യമായിട്ടാണ് നിങ്ങൾ അറിവില്ലാതെ ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും മൊബൈലിൽ നിന്ന് പൈസ പോവുക അല്ലെങ്കിൽ ഡാറ്റ പോവുക ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പൊതുവേ ചെയ്യുന്ന നിങ്ങൾ മൊബൈൽ ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണോ അത് ആ രീതിയിൽ തന്നെ പോകുന്നത്. സബ്സ്ക്രൈബ് ആയതുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഡാറ്റകളൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കണം. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, നമ്മുടെ ഹിസ്റ്റോറിയ ചാനലിന്റെ ഓഡിയോ ക്ലാസ്സിലെ രണ്ടാമത്തെ ബാച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും ആരംഭിച്ചു. അപ്പോൾ അതിൽ വീഡിയോ ക്ലാസ്സുകൾ പറയുന്നത് വീഡിയോ ക്ലാസ്സുകളും ഓഡിയോ ക്ലാസ്സുകളും നൽകുന്നുണ്ട്. 1500 രൂപയാണ് നമ്മൾ ഫീ വെച്ചത്. കുറെ കുട്ടികൾ ചേർന്നുണ്ട്. അപ്പോൾ ഒരു ജില്ലയിൽ നിന്നും നമ്മൾ മാക്സിമം 100 കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. വാട്സപ്പ് വഴി അതുകൊണ്ട് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ജില്ലയിൽ നിന്ന് മാക്സിമം 100 കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ക്ലാസ്സുകളും ആഡിയോ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതേസമയം ഓഡിയോ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചു. ഓഡിയോ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടായിരിക്കൂ. പക്ഷേ അതിൽ ഇംഗ്ലീഷ് മാത്സ് നമ്മൾ ഇംഗ്ലീഷ് മാത്സും വീഡിയോസ് കൊടുക്കുന്നുണ്ട്. ഓഡിയോ ക്ലാസ്സുകൾ മാത്രമാണ്. ഇംഗ്ലീഷും മാത്സും മാത്രം നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ നൽകുന്നു. അത് നമ്മൾ ഫീ വെച്ചുള്ള 500 റുപ്പീസ് മാത്രമേ ഉള്ളൂ. 500 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ചേരുക. ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കൊടുത്ത ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടില്ല. അതെല്ലാം നിങ്ങൾക്ക് വീണ്ടും വെച്ചാൽ നിങ്ങൾ എന്ന് ചേരുന്നു അന്ന് മുതലെല്ലാം ഇതുവരെ കൊടുത്ത ക്ലാസ്സുകളെല്ലാം വീണ്ടും അതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ വീണ്ടും ചേരുക. നമ്മുടെ ഡിസംബറിൽ വരുന്ന പ്രിലിമിനറി എക്സാമിന് പഠിക്കാനും വേണ്ടി വിജയിക്കാനും വേണ്ടി എല്ലാവരും മാക്സിമം ശ്രമിക്കുക. പേയ്മെന്റുകൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ നിങ്ങൾക്ക് ചെയ്യാം. ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ 9846298093 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറാണ്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് റിപ്ലൈ ഭംഗിയായിട്ട് തരാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. സോ ബൈ.